ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സൈറ ലേണിംഗ്സ്. നമ്മൾ ഇന്ന് കോൺസെപ്റ്റ് എഡ്യൂക്കേഷൻ സീരീസുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഡിഫറെന്റ് ആയ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അതിന്റെ ആൻസർ എക്സ്പ്ലനേഷനുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീരീസിന്റെ 4th വീഡിയോയിലാണുള്ളത്. അപ്പൊ നമ്മുടെ 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ബീഹാറിൽ ലൊക്കേറ്റ് ചെയ്തിരുന്നത് ഏതെല്ലാം യൂണിവേഴ്സിറ്റികളായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വല്ലഭി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ വിക്രമശില, ഒദന്തപുരി, അതുപോലെ തന്നെ ശ്രീധന്യ കഥക് യൂണിവേഴ്സിറ്റികളായിരുന്നു തന്നിരുന്നത്. ഇതില് നമ്മൾ ആൻസർ നമ്മൾ പറഞ്ഞു, വിക്രമശില യൂണിവേഴ്സിറ്റിയും ഒദന്തപുരി യൂണിവേഴ്സിറ്റിയുമാണ് ബീഹാറിൽ ലൊക്കേറ്റ് ചെയ്തത് എന്നതാണ്. അപ്പൊ ഈ 4 യൂണിവേഴ്സിറ്റികളും ഈ 4 ഓപ്ഷനുകളെയും കുറിച്ചുള്ള മുൻ വർഷങ്ങളിൽ UGC ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളെ ഒന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ ഏരിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പലപ്പോഴും ചോദ്യങ്ങൾ വരുന്ന കുട്ടികളിൽ പല ആളുകൾക്കും മാർക്ക് മിസ്സാവുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊന്ന് കുറച്ച് ഇമ്പോർട്ടന്റോട് കൂടി, പൊതുവെ വരുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ആ യൂണിവേഴ്സിറ്റികളെങ്കിലും നമ്മൾ പഠിച്ചു പോകാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് നടത്തുന്ന, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് പറയുന്ന ഒരുപാട് വീഡിയോസ് സൈറയുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഉറപ്പുവരുത്തും. നമുക്ക് എന്തായാലും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ആൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്നതാണ്. ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആൻഷ്യന്റ് കാലഘട്ടം മുതൽ തന്നെ വേദിക്, പോസ്റ്റ് വേദിക് കാലഘട്ടവും അതിനുശേഷവും ഒക്കെ ഒരുപാട് എഡ്യൂക്കേഷൻ ഫീൽഡ് വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരുപാട് ചരിത്രഘട്ടങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഡിഫറെന്റ് ആയ ഡൈനാസ്റ്റികളുടെ കാലത്തൊക്കെ ഡിഫറെന്റ് ആയ മതങ്ങളുടെയും മറ്റൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിലനിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഹാസ് എ റിച്ച് ഹിസ്റ്ററി ഓഫ് റിനൗണ്ട് യൂണിവേഴ്സിറ്റീസ് ദാറ്റ്സ് ഫ്ലറിഷിംഗ് ഡ്യൂറിങ് ആൻഷ്യന്റ് ടൈംസ്. പഴയ കാലത്ത് ഫ്ലറിഷിംഗ് ആയിരുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റികളിൽ ഈ 4 യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഭാഗങ്ങളെ കൂടി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ 4 യൂണിവേഴ്സിറ്റിയും അതിന് പുറത്തും ഒരുപാട് ഇമ്പോർട്ടന്റ് ആയ യൂണിവേഴ്സിറ്റി ഉണ്ട്. നളന്ദ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ താക്ഷില യൂണിവേഴ്സിറ്റി ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയിട്ട് എക്സാമിന് പോകണം. അതൊന്നും നമ്മൾ ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും അവിടെ യൂസ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അവിടുന്ന് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റികളുടെയും ലൊക്കേഷൻ കൃത്യമായിട്ട് പഠിക്കണം. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഏതെല്ലാം സബ്ജക്റ്റുകളായിരുന്നു കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അവിടെ പ്രധാനമായിട്ടും കുട്ടികൾക്ക് പകർന്നു നൽകിയിരുന്നത് ഏത് സബ്ജക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഏത് സയൻസ് ആയിരുന്നു എന്നുള്ള കാര്യം പഠിക്കണം. അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിയുമായി റിലേറ്റ് ആയ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്കോളേഴ്സോ അല്ലെങ്കിൽ അവിടെ പഠിച്ചിട്ടുള്ള ഡിസിപ്പിൾസോ ഉണ്ടോ എന്നതും കൂടി നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അതെപ്പോഴും ചോദ്യത്തിന്റെ ആസ്പെക്റ്റുകളിൽ പെട്ടതാണ് എന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മളുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന വിക്രമശില യൂണിവേഴ്സിറ്റിയാണ്. വിക്രമശില യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആൻഷ്യന്റ് ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. 8th സെഞ്ചുറി CE പാലാ ഡൈനാസ്റ്റിയിലെ ധർമ്മപാലനാണ് വിക്രമശില യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ് വാസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഗാൻജസ്. ഗംഗാ നദിയുടെ തീരത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വളരെ പ്ലാനഡ് ആയ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു വിക്രമശില എന്ന് പറയുന്നത്. കൃത്യമായ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും വളരെ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ പകർന്നു നൽകേണ്ടതിന്റെ സിസ്റ്റവും എല്ലാ കാര്യങ്ങളും വളരെ പ്ലാനഡ് ആയിട്ട് അവിടെ സ്കോളേഴ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും നിന്ന് താമസിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു റെസിഡൻഷ്യൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തിരുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു വിക്രമശില എന്ന് പറയുന്നത്. വിക്രമശിലയില് റിലീജിയസ് ടീച്ചിങ്സ് ഒരുപാട് വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരുന്നു. അത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യേണ്ടത്, വിക്രമശില ഇസ് കണക്റ്റഡ് വിത്ത് മഹായാന ബുദ്ധിസം എന്നാണ്. ബുദ്ധിസത്തിന്റെ ഡിഫറെന്റ് സെക്റ്റുകളുണ്ട്. മഹായാന ബുദ്ധിസം, ഹീനയാന ബുദ്ധിസം, വജ്രയാന ബുദ്ധിസം ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള ടേംസ് ആണ്. ഇതിൽ മഹായാന ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ടീച്ചിങ്സിന് ഇമ്പോർട്ടൻസ് നൽകുന്ന യൂണിവേഴ്സിറ്റിയാണ് ബീഹാറിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, ഗംഗാ നദിയുടെ തീരത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള വിക്രമശില യൂണിവേഴ്സിറ്റി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ വേറെ എന്തെല്ലാം കേസിൽ ഇതിന്റെ റെപ്യൂട്ടേഷൻ ഉണ്ട് എന്ന് ചോദിച്ചാൽ, വിക്രമശില യൂണിവേഴ്സിറ്റി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനന്റ് സെന്റേഴ്സ് ഓഫ് ലേണിംഗ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ, നോൺ ഫോർ ഇറ്റ് എക്സലൻസ് ഇൻ ബുദ്ധിസ്റ്റ് സ്റ്റഡീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബുദ്ധിസ്റ്റ് സ്റ്റഡീസിലായിരുന്നു ഇത് എക്സൽ ആയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫേമസ് സ്കോളറാണ് അതിശ ദിബങ്കര. അതിശ എന്ന് നമ്മൾ പറയുന്ന അതിശ ദിബങ്കര എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് വളരെ പ്രാധാന്യത്തോടു കൂടി ഇന്ത്യ ചരിത്രം രേഖപ്പെടുന്ന ഒരു ബുദ്ധിസ്റ്റ് സ്കോളറാണ്
അതിശ ദിബങ്കര. അദ്ദേഹത്തിന്റെ വർക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് വിക്രമശില മോണാസ്ട്രിയിൽ അല്ലെങ്കിൽ വിക്രമശില യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവിടെയുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മളിവിടെ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ ബേസിക്കലി ഒരു മൊണാസ്ട്രി എന്ന് നമുക്ക് പറയാം. വിക്രമശില ബേസിക്കലി ഒരു മൊണാസ്ട്രി ആയിരുന്നു. ആ മൊണാസ്ട്രിയിൽ നോളജ് സിസ്റ്റം അല്ലെങ്കിൽ നോളജ് പ്രൊഡക്ഷൻ നടന്നതുകൊണ്ട് നമ്മൾ അതിനെ യൂണിവേഴ്സിറ്റി എന്ന തരത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഒരു മോഡേൺ ഐഡിയ വെച്ചിട്ട്. ബേസിക്കലി ഇതൊക്കെ ഈ വിക്രമശിലയൊക്കെ ബേസിക്കലി ഒരു മൊണാസ്ട്രി ആണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. നോളജ് പ്രൊഡക്ഷന്റെ ഒരു സെന്റർ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നു. പിന്നെ വിക്രമശിലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ യൂണിവേഴ്സിറ്റി ടിബറ്റൻ കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ ടിബറ്റുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ടിബറ്റിൽ നിന്നുള്ള ഒരുപാട് സ്കോളേഴ്സ് ഇവിടെ വരികയും അതുപോലെ തന്നെ ടിബറ്റൻ ബുദ്ധിസത്തിന്റെ ഒരുപാട് ഇൻഫ്ലുവൻസുകൾ ഇവിടുത്തെ മഹായാന ബുദ്ധിസത്തിലൂടെ ഈ യൂണിവേഴ്സിറ്റിയിലും അവിടെ വന്നിട്ടുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ സ്റ്റുഡൻസിനും പകർന്നു നൽകിയിരുന്നു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വിക്രമശില യൂണിവേഴ്സിറ്റി ടിബറ്റ് കണക്ഷൻ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിരുന്നു. ഒരുപാട് സബ്ജക്റ്റുകൾ ഇവിടെ പകർന്നു നൽകിയിട്ടുണ്ടായിരുന്നു. വ്യാകരണം ഇവിടുത്തെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ലോജിക്ക്, ഫിലോസഫി, തന്ത്രശാസ്ത്ര, അതുപോലെ തന്നെ കർമ്മകാണ്ഡ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ സബ്ജക്റ്റുകളാക്കിയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. വിക്രമശില യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസിന് പകർന്നു നൽകിയിരുന്നു. മാത്രമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു, വിക്രമശില യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വെൽ പ്ലാനഡ് ആയ, ആളുകൾക്ക് റെസിഡൻഷ്യൽ സൗകര്യങ്ങൾ കൊടുക്കുന്ന, അതുപോലെ തന്നെ അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് ഡിഗ്രിയും, അവരുടെ പഠനം കഴിഞ്ഞാൽ ഡിഗ്രിയും അവർക്ക് നൽകുമായിരുന്നു. അതിന്റെ ഒരു കോൺവക്കേഷൻ പ്രോഗ്രാം കൂടി അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് സമവർത്തന എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ബീഹാറിൽ ലൊക്കേറ്റ് ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് വിക്രമശില യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബീഹാറിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ഒദന്തപുരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഒദന്തപുരി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടില്ല. 8th സെഞ്ചുറിയിലാണ് ഗോപാല എന്ന് പറയുന്ന പാല ഡൈനാസ്റ്റിയിലെ റൂളർ തന്നെയാണ് എന്ത് ചെയ്തത്, ഒദന്തപുരി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. ഇവിടെയും ഈ ഒദന്തപുരി യൂണിവേഴ്സിറ്റിയും ഒരു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സെന്റർ ആയിരുന്നു. ബേസിക്കലി പാല ഡൈനാസ്റ്റിയുടെ കാലം എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് കൾച്ചറിന്റെ അല്ലെങ്കിൽ ബുദ്ധിസത്തിന് ഒരു നല്ല ഫ്ലറിഷിംഗ് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അത്തരത്തില് ഒരുപാട് എഡ്യൂക്കേഷൻ മൊണാസ്ട്രികൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റികളൊക്കെ സ്ഥാപിക്കപ്പെട്ടത് പാല ഡൈനാസ്റ്റിയുടെ കാലത്താണ്. ഒദന്തപുരി യൂണിവേഴ്സിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ വിക്രമശില യൂണിവേഴ്സിറ്റിയും പാല ഡൈനാസ്റ്റിയിലെ റൂളേഴ്സ് ആണ് സ്ഥാപിച്ചത്. ധർമ്മപാലനാണ് വിക്രമശില, ഒദന്തപുരി സ്ഥാപിക്കുന്നത് ഗോപാലയാണ്. ഇവിടുത്തെ കരിക്കുലം എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് സ്റ്റഡീസ്, ലോജിക്, ഫിലോസഫി, സാൻസ്ക്രിറ്റ് ഇതൊക്കെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് റിനൗണ്ട് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഒദന്തപുരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 12ാം സെഞ്ചുറിയിലാണ് യൂണിവേഴ്സിറ്റി തകർച്ച സംഭവിക്കുന്നത്. മുഹമ്മദ് ബക്തിയാർ ഖൽജിയുടെ അക്രമത്തിലൂടെയാണ് ഒരുവിധം ഇത്തരം പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾക്കൊക്കെ പിന്നീട് തകർച്ച സംഭവിക്കുന്നത് എന്ന കാര്യം കൂടി ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്, ഈ 4th ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് വല്ലഭി യൂണിവേഴ്സിറ്റിയാണ്. വല്ലഭി യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, വല്ലഭി യൂണിവേഴ്സിറ്റി വാസ് ലൊക്കേറ്റഡ് ഇൻ ദ സിറ്റി ഓഫ് വല്ലഭി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്, ഇന്ത്യ. ഇന്ത്യയിലെ ഗുജറാത്തിലായിരുന്നു വല്ലഭി യൂണിവേഴ്സിറ്റി എന്ന കാര്യം മനസ്സിലാക്കാം. ഇന്ത്യയിലെ നളന്ദ യൂണിവേഴ്സിറ്റി അതിന്റെ ഒരു ഫ്ലറിഷ്മെന്റ് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോമിനൻസ് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഘട്ടത്തില് ഇന്ത്യയിലെ ഗുജറാത്തിൽ സ്ഥാപിക്കപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ബേസിക്കലി വല്ലഭി യൂണിവേഴ്സിറ്റി. നളന്ദ യൂണിവേഴ്സിറ്റിയും വല്ലഭി യൂണിവേഴ്സിറ്റിയൊക്കെ ഒരേ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്ന 2 യൂണിവേഴ്സിറ്റികളാണ്. 6th സെഞ്ചുറിയുടെ ഇടയിൽ മൈത്രക എംപയർ ആണ് ബേസിക്കലി വല്ലഭി യൂണിവേഴ്സിറ്റി ഗുജറാത്തിൽ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. നളന്ദ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചൈനീസ് സ്കോളേഴ്സിനെ നമ്മൾ പറയാറുണ്ട്, ഹുയാൻ സാങ്ങിനെയൊക്കെ പോലെ. ഇതേ ഹുയാൻ സാങ് എവിടെയും വന്നിട്ടുണ്ട്, വല്ലഭി യൂണിവേഴ്സിറ്റിയിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചൈനീസ് ട്രാവലർ സ്കോളറായ ഐസിംഗും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് യൂണിവേഴ്സിറ്റി? വല്ലഭി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി വല്ലഭി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, യൂണിവേഴ്സിറ്റി വാസ് റിനൗണ്ട് ഫോർ ഇറ്റ്സ് ടീച്ചിങ് ഓഫ് സബ്ജക്ട്സ് ലൈക്ക് മെഡിസിൻ, മാത്തമാറ്റിക്സ്, അസ്ട്രോണമി ആൻഡ് ലോജിക്സ്. മാത്രമല്ല സെന്റർ ഓഫ് റിലീജിയസ് എഡ്യൂക്കേഷൻ അലോങ് വിത്ത് സെക്യുലർ സബ്ജക്ട്സ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. വല്ലഭി യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത, അത് റിലീജിയസ് എഡ്യൂക്കേഷന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ബ്രാഹ്മണിക്കൽ സയൻസുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇതൊക്കെ കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ സെക്യുലർ സബ്ജക്റ്റുകളായ മാത്സ്, മെഡിസിൻ, മറ്റുള്ള ഭാഗങ്ങൾ, ലോജിക്, അസ്ട്രോണമി ഒക്കെ പഠിപ്പിക്കുന്നതിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഏതെന്ന് പറയുന്നത് വല്ലഭി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മഹായാന ബുദ്ധിസവുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു, വിക്രമശില യൂണിവേഴ്സിറ്റിയാണ്. ഇനി
വലബി യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായും പഠിപ്പിച്ചിരുന്ന ബുദ്ധിസ്റ്റ് സെക്ട് അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് ഹീനയാന ബുദ്ധിസവുമായി റിലേറ്റഡ് ആയിരുന്നു എന്ന കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സംഭവങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വളരെ ഒബ്വിയസ് ആയിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് വലബി യൂണിവേഴ്സിറ്റി നമ്മൾ പറഞ്ഞു മൈത്രക ഡൈനാസ്റ്റിയുടെ കാലത്താണ് വലബി യൂണിവേഴ്സിറ്റി ഫ്ലറിഷ് ചെയ്തിരുന്നത്. അവരിൽ നിന്ന് ഒരുപാട് ഫണ്ടും റോയൽ പാട്രണേജ് ഒക്കെ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്നു. ഇനി വലബി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ട് പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ഗുണമതി എന്നതും രണ്ടാമത് അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള സ്ഥിരമതി എന്നതും. ഈ രണ്ട് സ്കോളേഴ്സ് ആണ് ബേസിക്കലി വലബി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്കോളേഴ്സ് എന്ന് പറയുന്നത്. ഗുണമതിയും സ്ഥിരമതിയുമാണ്. ഈ കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ശ്രീധന്യ കഥക് യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. കൂടുതലായിട്ട് ശ്രീധന്യ കഥക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് വലിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡെപ്ത് ആയ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിളും അല്ല, ക്വസ്റ്റ്യൻസിലും ഉണ്ടാവാറില്ല. ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഈ യൂണിവേഴ്സിറ്റി ബേസിക്കലി കൃഷ്ണ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് ബ്രാഹ്മണിക്കൽ ആൻഡ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ഒരേ സമയം കൊണ്ടുപോയിരുന്ന ഒരു ബ്രാഹ്മണിക്കൽ ആൻഡ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ശ്രീധന്യ കഥക് എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊന്ന് പറയുന്നത് പെർഫോമിംഗ് ആർട്സ്, ഡാൻസ്, മ്യൂസിക് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ എക്സ്പെർട്ടൈസ് ഉള്ള അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളിൽ പ്രോഗ്രാമുകൾ ഡെലിവർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ ഒന്നായിരുന്നു ശ്രീധന്യ കഥക് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. എക്സ്പെരിയൻഷ്യൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലേണിംഗ് അപ്രോച്ചും സിസ്റ്റവും പെർഫോമിംഗ് ആർട്സിൽ കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റിയാണ് ശ്രീധന്യ കഥക് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സ് ഓഫ് ശ്രീധന്യ കഥക് യൂണിവേഴ്സിറ്റി വെന്റ് ഓൺ ബിക്കം റിനൗൺഡ് ആർട്ടിസ്റ്റ്സ് ആൻഡ് സ്കോളേഴ്സ്. ഇവിടുന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകളും സ്കോളേഴ്സും ഒക്കെ പിറവിയെടുത്തിട്ടുണ്ട്. ഇത് കൃഷ്ണ റിവറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ശ്രീധന്യ കഥക് യൂണിവേഴ്സിറ്റി, വലബി യൂണിവേഴ്സിറ്റി, ഒദന്തപുരി യൂണിവേഴ്സിറ്റി ആൻഡ് വിക്രമശില യൂണിവേഴ്സിറ്റി, ഈ 4 ഓപ്ഷനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ടോട്ടലി ഈ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ഒരു പ്രത്യേകത, പൊതുവെ ആൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫിലോസഫിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, സാൻസ്ക്രിറ്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, ലോജിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, അസ്ട്രോണമി പഠനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, റിലീജിയസ് പഠനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പലപ്പോഴും റിലീജിയൻസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സെക്കുലർ എഡ്യൂക്കേഷന്റെയും ഒരു ബ്ലെൻഡിങ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അന്നത്തെ ആൻഷ്യന്റ് യൂണിവേഴ്സിറ്റികളുടെ പ്രാധാന്യതകളിൽ പെട്ടതാണ്. പിന്നെ ഒരുപാട് ലോകപ്രസിദ്ധരായ സ്കോളേഴ്സ് പിറവിയെടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ. ശന്തരക്ഷിതയെ പോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിശ ദിബങ്കരെ പോലെ ഒരുപാട് സ്കോളേഴ്സും ഇന്ത്യൻ ചരിത്രത്തിൽ ഡിഫറെന്റ് ആയ റിലീജിയനുമായി ബന്ധപ്പെട്ട് വന്നത് ഇത്തരം യൂണിവേഴ്സിറ്റികളുമായി റിലേറ്റഡ് ആയിട്ടാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോടൊപ്പം നിങ്ങൾ മറ്റുള്ള പ്രധാനപ്പെട്ട തക്ഷശില യൂണിവേഴ്സിറ്റി, നളന്ദ യൂണിവേഴ്സിറ്റി ഒക്കെ നിങ്ങൾ നോക്കണം എന്നൊരു സജഷനോട് കൂടി താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.